മലപ്പുറത്തും പൊന്നാനിയിലും മാത്രമല്ല ലീഗിന്റെ സ്വാധീന മേഖല മുഴുവൻ നിങ്ങൾ എടുത്തു നോക്കണം. അവിടെയൊക്കെ ഉണ്ടായിരിക്കുന്ന വമ്പിച്ച വിജയം കാണിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇൻടാക്റ്റാണ്. അതിന്റെ ലീഡർ പാണക്കാട് തങ്ങളുടെ കുടുംബത്തിന്റെ കീഴിൽ അതിന് യാതൊരുവിധ ചാലഞ്ചും ഉണ്ടാക്കാൻ ആരെക്കൊണ്ടും സാധിക്കുകയില്ല. അത് ഇൻടാക്റ്റാണ് എന്നാണ് ഈ വിജയം കാണിക്കുന്നത്. മലപ്പുറത്തെ വിജയം എല്ലാ റെക്കോർഡുകളും ഭേദിച്ച് മുന്നോട്ട് പോവുകയാണ്. അതേപോലെ തന്നെ പൊന്നാനിയാണ് കഥകൾ മെനഞ്ഞിരുന്നത്. കഥകൾ എന്താണെന്നൊന്നും ഇപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല. പക്ഷേ അവിടെ സമദാനി സർവകാല റെക്കോർഡിലേക്ക് പോവുകയാണ്. എത്ര എന്നുള്ളത് പറയാറായിട്ടില്ല. ഇത് കാണിക്കുന്നത് അതുപോലെ വടകരയിലെ വിജയം ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. കണ്ണൂരിലെ വിജയം, കാസർഗോട്ടെ വിജയം, ഈവൻ വയനാട്ടിലെ വലിയ വിജയം, പാലക്കാട്, എല്ലാം കേരളത്തിൽ മുഴുവൻ. അവസാനം കോഴിക്കോട് പറയേണ്ടത് തന്നെയാണ്, എടുത്തു പറയേണ്ടതാണ് കോഴിക്കോട്. അവിടെ ജാതിമത വ്യത്യാസമില്ലാതെ ഒറ്റ കാര്യം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നോക്കുകയുള്ളൂ. അത് സെക്കുലർ മത സൗഹാർദ്ദ ആറ്റിറ്റ്യൂഡാണ്. ആ പാരമ്പര്യം പാർട്ടി സ്ഥാപിച്ച കാലം തൊട്ട് ഇന്നേ വരെ അത് ലീഡർഷിപ്പ് കൊടുത്തുകൊണ്ട് തങ്ങൾ കുടുംബം മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആ കൈകളിൽ ഭദ്രമാണ് എന്നാണ് ഇപ്പോൾ നിങ്ങൾ ചോദിച്ച മലപ്പുറത്തെയും പൊന്നാനിയുടെയും റിസൾട്ട് കാണിക്കുന്നത്. അവിടുത്തെ വോട്ട് ഒന്നുകൂടി അത് അടിവരയിടുന്നുണ്ട്. അതാണ് ചാലഞ്ച് ഉണ്ടായാൽ എന്ത് ചാലഞ്ച് ഉണ്ടായാലും ഞങ്ങൾക്ക് മലബാറിലെ മുഴുവൻ എന്ത് ചാലഞ്ച് ഉണ്ടായാലും അത് നമുക്ക് ഗുണമായിട്ടേ വരുള്ളൂ എന്നുള്ളതാണ്. പൊന്നാനിയിൽ നേരിട്ട് ഞങ്ങളെ ചാലഞ്ച് ചെയ്തിരിക്കുകയായിരുന്നല്ലോ. പൊന്നാനി പല പരീക്ഷണങ്ങളും ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. ബഷീർ സാഹിബ് പ്രത്യേക പരീക്ഷണങ്ങൾ നേരിട്ടുണ്ട്. സമദാനി പ്രത്യേക പരീക്ഷണത്തെ എപ്പോൾ നേരിട്ടു. എന്ത് പരീക്ഷണമായാലും ഒരു കുത്തിത്തിരിപ്പും അതുപോലുള്ള കാര്യങ്ങളും നടക്കാൻ പോകുന്നില്ല എന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. അതിന്റെ ലീഡർഷിപ്പ് തെളിയിച്ചിരിക്കുകയാണ്.